ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മഷ്റൂമിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മഷ്റൂമിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, പ്രോട്ടീൻസിൻ്റെ കലവറയാണ് മഷ്റൂം കൊണ്ട് എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് മഷ്റൂം ചില്ലിയാണ്. ചിപ്പിക്കൂൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോണത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും അടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ വരും. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് മഷ്റൂം ചില്ലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചിപ്പിക്കൂൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മഷ്റൂം ചില്ലി ഉണ്ടാക്കുന്നത്. ഇതാണ് ചിപ്പിക്കൂണ്. ഇതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ മിൽക്കൂണൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് മിൽക്കൂണ്. ഈ മിൽക്കൂൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ, ഈ മിൽക്കൂണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല പോലെ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഈ ഒരു ചില്ലിയുടെ റെസിപ്പിക്കല്ല, എന്ത് റെസിപ്പി നിങ്ങൾ ഈ മിൽക്കൂൺ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മഷ്റൂം ചില്ലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ മഷ്റൂമിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചില്ലിക്കാവുമ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ ഈ കൂണ് ഇങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ കൂണിൻ്റെ ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതല്ല കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യൊന്നും വേണ്ട. എന്നിട്ട് ഇതിനൊന്ന് കഴുകിയെടുക്കുക. ഈ ചിപ്പിക്കൂണ് കൂടുതൽ ടൈം നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. കൂടുതൽ ടൈം വെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അത് വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് ആകെ കൂടെ ഒരവസ്ഥയിലേക്ക് അങ്ങ് മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്യരുത്. ചിപ്പിക്കൂൺ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഉടഞ്ഞു പോവും. പാൽക്കൂണാണെങ്കിൽ പിന്നെ ആ പ്രശ്നം ഇല്ല കേട്ടോ. ഇങ്ങനെ മസാല തേച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ചൂടായ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ മഷ്റൂമിനെ മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ മഷ്റൂമിനെ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഇപ്പം ഞാനൊരു പാനിൽ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 2 സവാള ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി സവാളയെ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുക. കൂടുതലൊന്നും വാടി വരണ്ട. ജസ്റ്റ് ഒരു ട്രാൻസ്പാരൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടേക്കാണ്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കാണ്. ഇതും സ്ക്വയർ പീസായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർക്കണത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂമില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും പിന്നെ 2 ടേബിൾ സ്പൂണോളം തന്നെ സോയാ സോസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ സാധാരണ നമ്മുടെ പച്ച വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കോൺഫ്ലോർ ആരും നേരിട്ട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം ചില്ലി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഷ്റൂമൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. മഷ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഷ്റൂം പ്രോട്ടീൻസിൻ്റെ കലവറയാണ്. അത്രയ്ക്കും പ്രോട്ടീൻസ് അതിൻ്റെ അകത്തുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. എന്നാലേ ഈ ചാനലിലെ എല്ലാ അപ്ഡേഷനുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.